അല്ല, എന്ത് പ്രശ്നം എന്ന് നിങ്ങൾ പറയരുത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലിലൊക്കെ വന്ന ഒരു വാർത്തയുണ്ട്. ഒരു യുവതി KSRTC ബസ്സിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അതിൻ്റെ ശരിയും ശരികേടുമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ആ യുവതി, ആ സ്ത്രീ എൻ്റെ ഭാര്യയാണ്, DYFI നേതാവ് വസീഫിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം വരിക. അത് ആദ്യം വന്നത് നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ, അതൊന്ന് ന്യൂസ് മലയാളം ചാനലിൻ്റെ, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെയുള്ള എംബ്ലം വെച്ച് അവരുടെ വാർത്തയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കായിരുന്നു. തുടക്കത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ വന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും ഇത് അയച്ചു തരുമല്ലോ, ഇത് കാണുന്നവരൊക്കെ അയച്ചു തരും. ഒരു കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പേര് കേട്ടാൽ കൊണ്ടോട്ടിയിലെ ഏതോ CPMകാരുടെ ഇടതുപക്ഷക്കാരുടെ പേജാണ് എന്ന് തോന്നും. കൊണ്ടോട്ടി സഖാക്കൾ അതിൽ വന്നു. പിന്നീട് കുറേയേറെ ആളുകൾ ഇത് ഏറ്റുപിടിക്കുക. അതിലേറ്റവും പ്രയാസം തോന്നിയത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ സെക്രട്ടറിയോ മറ്റോ ആണ്. അവരൊരു പോസ്റ്റ് ഇടുക. കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറി അവർ ഈ പോസ്റ്റർ എടുത്ത് പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടു. എന്നിട്ട് വ്യാപകമായിടുന്നു. BJP കേരളം പേജ്, അങ്ങനെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഹാൻഡിലുകളിൽ നിന്ന് ഒരു വലതുപക്ഷ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ വരിക. ഇത് ആദ്യത്തെ ഒരു പ്രചരണമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. എനിക്കെതിരെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കെതിരെ വ്യക്തിപരമായി ഇതുപോലെയുള്ള പല പോസ്റ്റുകളും ആക്ഷേപങ്ങളും നമ്മുടെയൊക്കെ പേജിനടിയിലൊക്കെ തെറിവിളിയൊക്കെ വരാറുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നേരത്തെ EP ജയരാജൻ സഖാവിൻ്റെ ഒരു മോഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചത് ഓർമ്മയുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃത്വം തന്നെ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് അത് അവർ ഡിലീറ്റ് ചെയ്തു. ഇതൊരു തവണ പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്താലും ആ പോസ്റ്റ് ചെയ്ത സാധനം അപ്പോൾ തന്നെ എടുത്ത് ബാക്കിയുള്ളവർക്ക് പ്രചരിപ്പിക്കാമല്ലോ. ഇവരിത് ഡിലീറ്റ് ചെയ്തോ ഇല്ലേ എന്ന് ആരും നോക്കില്ല. ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ഞാനത് ഡിലീറ്റ് ചെയ്താലും ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് അത് കണ്ട ആളുകൾക്ക് അത് എടുക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നീട് ഞാൻ പോയി എൻ്റെ പോസ്റ്റ് കണ്ട് പ്രചരിപ്പിച്ച ആളുകൾ പിന്നീട് അത് പോയി നോക്കുന്നത് വളരെ അപൂർവ ആളുകളായിരിക്കും. ഇപ്പോൾ ഈ DCC സെക്രട്ടറിയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന അവരുടെ പ്രവർത്തകരുണ്ടാവുമല്ലോ. നേരത്തെ EP ജയരാജൻ സഖാവിനെതിരെ, ഞങ്ങളുടെ നേതാക്കന്മാർ റിയാസ് സഖാവിനെതിരെ, റഹീം സഖാവിൻ്റെ ഭാര്യയ്ക്കെതിരെ, ഞങ്ങളുടെ അന്തരിച്ചു പോയ SFIയുടെ മുൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് P ബിജുവിൻ്റെ ഭാര്യയ്ക്കെതിരെ എന്തൊക്കെ പ്രചരണം നടത്തി ഈ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ നിങ്ങൾ കണ്ടു. നമ്മൾ കരുതി ഇനിയിപ്പോൾ ഇവർ അധികാരത്തിലെത്തി, കുറേ ഫേക്ക് പേജുകൾ കൊണ്ട് അധികാരത്തിലെത്തി, ഫേക്ക് പേജുകൾ കൊണ്ട് മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, അവരൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ കേട്ടല്ലോ, KC വേണുഗോപാലിനെതിരെയും രമേശ് ചെന്നിത്തലക്കെതിരെയൊക്കെ വലിയ പ്രചരണം നമ്മളിവിടെ കണ്ടു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള, എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. എവിടെയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം എന്ന് നമുക്ക് ആർക്കും അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വന്നു. ഇങ്ങനെ വ്യാപകമായുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഇത് അവസാനിപ്പിക്കണം. ഇപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ചില പേജുകളിൽ നിന്ന് ഇപ്പോൾ മറ്റു ചില പേരുകൾ വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കൗണ്ടർ നരേഷൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാനോ ഒക്കെ ചില ആവേശത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ, ഇപ്പോൾ എന്നെയൊക്കെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ തിരിച്ചും അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെ 1-2 എണ്ണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു രീതിയല്ല, നമ്മുടെ സംഘടനാ രീതി അങ്ങനെ ഈ ഒരു വ്യാജ പ്രചരണം നടത്തുന്നതല്ല എന്ന് പറയാൻ ഞങ്ങളൊക്കെ സമയം കണ്ടെത്താറുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിലെന്തോ സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കൊടുത്ത നിർദ്ദേശം തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. പലപ്പോഴും പല മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ ഞങ്ങളത് വ്യക്തിപരമായി ബന്ധമുള്ളവരോട് ഞങ്ങളത് പറയാറുണ്ട്. ഇങ്ങനെ പല പേജുകളിൽ നിന്നും വരുന്ന പ്രചരണങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിനെ തിരുത്താറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടാണ് ഈ DCC സെക്രട്ടറിയൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. ചാനൽ പറഞ്ഞു ഞങ്ങളുടേതല്ല. ന്യൂസ് മലയാളം ചാനൽ ഒരു വാർത്ത ചെയ്തു, ഞാൻ കണ്ടു. അവർ പറഞ്ഞതിന് ശേഷവും ആര് പ്രചരിപ്പിക്കുകയാണ്? ഈ DCC സെക്രട്ടറി ഇത് അല്ല, പത്തനംതിട്ട DCC സെക്രട്ടറി എന്നാണ്. അപ്പോൾ കൈരളി ചാനൽ അവരുടെ പേരും ഫോട്ടോയൊക്കെ വെച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതാ വാർത്തയുണ്ട്. അവരുടെ പേര്
മുംതാസ് മറ്റോ പേരുള്ള DCC സെക്രട്ടറി. ഇങ്ങനെ ആ സ്ത്രീയുടെ പേര് പോസ്റ്റ് ഇട്ട പേരാ? അല്ല, പോസ്റ്റ് ഇട്ടത് മുംതാസ് അല്ല. അതെ, ഇങ്ങനെയുള്ള പേജുകൾ വരിക, ഈ പേജുകളിൽ നിന്ന് വാർത്തകൾ വരിക, അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരാണ്. ഇപ്പം ഞാനതിലേക്ക് നോക്കുമ്പോൾ ബിന്ദു, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ബിന്ദു ബിനു, ഈ പത്തനംതിട്ട. അവരുടെ പേജിലേക്കുള്ള ലിങ്കാണ് ഞാനിപ്പോൾ നോക്കും. ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്താലും ആളുകളെടുത്ത് എടുത്ത് പ്രചരിപ്പിക്കേണ്ട, അതിൻ്റെ സ്ക്രീൻഷോട്ട് പോകേണ്ടതും ഒക്കെ പോവുകയല്ലേ. അപ്പോൾ ഇത് UDF-നോടും BJP-യോടൊക്കെ പറയാനുള്ളത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. നിയമ നടപടി ആലോചിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിയമ നടപടി ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ സൈബർ ക്രൈമുകളുടെയൊക്കെ ഒരു നിയമ നടപടിയുടെയൊക്കെ ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ URL എടുത്ത് എന്തായാലും അതിന് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഞങ്ങളതിനെ ഇപ്പം എൻ്റെ ഭാര്യ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പൊതുവേ ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ സമീപിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ഈ സമൂഹത്തിൽ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യാജ നുണപ്രചരണങ്ങളെയൊക്കെ ജനം കുറേയൊക്കെ പൂർണ്ണമായും വിശ്വസിച്ചു എന്നല്ല, പലരും വിശ്വസിച്ച് ചോദിക്കും. അപ്പോൾ എനിക്ക് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് പലരും, അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ച്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഖാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും. ഇപ്പോൾ എൻ്റെ ഭാര്യ നേരത്തെ നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് ഇന്നലെ ഒന്നും വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. ഇന്ന് അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് പേഷ്യൻസ് വരെ ചോദിച്ചു, എന്താ സംഭവിച്ചത് KSRTC-യിൽ എന്ന് ചോദിക്കുക. KSRTC-യിൽ എന്താ സംഭവിച്ചതെന്ന്. അതായത് എന്താ ആ ബ്രാൻഡഡ് നെയിം, ആ ബാഗിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ പറഞ്ഞത് ഫെൻഡിയോ അല്ലേ, ഭയങ്കര വിലപിടിപ്പുള്ള ഒരു ബാഗാണ് പോലും. അതിലൊക്കെ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്, മനസ്സിലായോ? DYFI സഖാവിൻ്റെ ഭാര്യ ഈ ഒരു ബാഗ്, അതൊക്കെ ഇവർ ഇപ്പോൾ എൻ്റെ ഭാര്യ ഉൾപ്പെടെ പറയാ, ഇത് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിച്ച ബാഗല്ല, ഇത് എനിക്ക് വാങ്ങിത്തരും, അല്ലെങ്കിൽ ഞാൻ വാങ്ങാൻ തീരുമാനിച്ചെങ്കിൽ നമ്മളങ്ങനെയാണല്ലോ. അത്രയും വലിയ ബ്രാൻഡ്, ഞാനത് പിടിച്ചത് തെറ്റാന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഈ പ്രചരണത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ആ ബാഗൊക്കെ കാണിച്ച് അത് എൻ്റെ ഭാര്യയാണെന്ന് സ്ഥാപിക്കണം. അതോടൊപ്പം ഒരു ധിക്കാരം എൻ്റെ ഭാര്യയുടെ ഭാഗത്ത്, അത് DYFI സഖാവിൻ്റെ എൻ്റെ ഭാര്യ ആയതുകൊണ്ടുള്ള ഒരു അഹങ്കാരം, ഒരു ധിക്കാരമൊക്കെയാണ് ഇത് എന്ന് ആ പെൺകുട്ടി ഏത് അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്നോ അതിൻ്റെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ ഇതിലേക്ക് വലിച്ചേക്കാനും എൻ്റെ ഭാര്യയെ എൻ്റെ കുടുംബത്തെയൊക്കെ ഉപയോഗിക്കാനും ഒക്കെ അവർ ഉപയോഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈ കൊടിയുടെ താഴെ നിൽക്കുന്ന ഈ കൊടിക്ക് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രവർത്തനം നടത്തുന്ന ഒരു സഖാവായതുകൊണ്ട് മാത്രമാണ് എന്നെ ഇതിലേക്ക് വലിച്ചേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ തന്നെ മുൻപ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സഖാവ് മുഹമ്മദ് റിയാസ്, AA റഹീം, P ബിജു ഉൾപ്പെടെയുള്ള കോടിയേരി സഖാവ്, പിണറായി വിജയൻ, EP ജയരാജൻ, അതുമാത്രമല്ല, ഇത് നേതൃത്വം മാത്രമല്ല, ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സാധാരണ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഫേസ്ബുക്കിലൊക്കെ, അതായത് ഇടതുപക്ഷത്തിന് വേണ്ടിയൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന പെൺകുട്ടികളെയൊക്കെ എത്ര മോശം പദപ്രയോഗം ഉപയോഗിച്ചിട്ടാണ് ഇവരൊക്കെ ആക്ഷേപിച്ചിരുന്നത്. അതുപോലെ തന്നെ പല പരാതികൾ കൊടുത്ത അനുഭവമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ താല്പര്യം കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. മറ്റൊരു പേരുണ്ട്, ഞാൻ അതാ പറഞ്ഞത്, ആ പേരും വലിച്ചേക്കരുത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് PK ഫിറോസിൻ്റെ എന്തോ ബന്ധുവാണ് ഈ കുട്ടി എന്നുള്ള പേജ് വരുന്നുണ്ട്, ഒരു വാർത്ത വരുന്നുണ്ട് എന്നുള്ളത്. അത് നമുക്കൊക്കെ പരിചയമുള്ള ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊന്നും ബന്ധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്നെ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരാൾ വിളിച്ചിരുന്നു, കോഴിക്കോട്ടുള്ള ഒരു ആൾ വിളിച്ചിരുന്നു. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം പറഞ്ഞു, ഈ പെൺകുട്ടി നിങ്ങൾ കരുതുന്ന വേറെ ബന്ധമൊന്നുമുള്ള കുട്ടിയല്ല, ഈ നിങ്ങളെ പേരിലും വ്യാജം വരുന്നു, ഇപ്പോൾ മറ്റു പല പേരുകൾ, അതായത് കൗണ്ടറായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ട് വരുന്നതല്ല, അത് വരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. അല്ല, അതിൽ സംഘപരിവാർ അജണ്ട എന്നൊന്നും പറഞ്ഞൂടാ. ഇതിൽ തുടങ്ങിയത് ഞങ്ങളൊക്കെ കണ്ടത് കൊണ്ടോട്ടി സഖാക്കൾ എന്നുള്ള പേജ്, അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആ പേജ് ഞങ്ങൾക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ മാനേജ് ചെയ്യുന്ന പേജായിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഇതുപോലെ കുറേ പേജുകളുണ്ട്. ഞാൻ ഈ പേര് പ്രത്യേകം പറയാൻ കാരണം എന്താ, നിങ്ങളിൽ പലരെയും ഈ പേജുകളിൽ നിന്ന് അടിയിൽ വന്നൊക്കെ കമൻറ്റ്, നിങ്ങളിൽ പലരെയും ഞാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ കമൻറ്റുകൾ വരാറുണ്ട് പല പേജുകളിൽ നിന്നും. അപ്പോൾ നിങ്ങൾ പറയും CPM-ൻ്റെ സൈബർ ആക്രമണമാണ് എന്ന്. ഇത് CPM-ൻ്റെ സൈബർ ആക്രമണമല്ല, DYFI-യുടെ സൈബർ ആക്രമണമല്ല എന്നുകൂടി ബോധ്യപ്പെടാനാണ് ഞാൻ ഈ പേര് പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് വ്യാജമായി പടച്ചുവിടുന്ന
കമൻറ്റുകൾ ഈ കേരളത്തിൽ വല്ലാതെ വരുന്നുണ്ട്. അത് നേരത്തെ നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതായത് വി.ഡി. സതീശൻ നേരത്തെ ഒരു സങ്കടം പറഞ്ഞിരുന്നു ഒരു വിഭാഗത്തിനെ കുറിച്ച്. ഇപ്പോൾ തിരിച്ച് കെ.സി. വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ടീമും പറയുന്നുണ്ട് തിരിച്ചൊരു സങ്കടം. അപ്പോൾ ഈ വ്യാജ പ്രൊഫൈലുകൾ ഇവിടെ കുറച്ചുണ്ട്. ഇത് ആരുടെ കയ്യിലാണ്, ആരാണ് ഇതിൻ്റെ നിയന്ത്രണം എന്നുള്ളതൊക്കെ ഒന്നുകൂടി ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി ഇപ്പോൾ പോലീസൊക്കെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, അവർ പരിശോധിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെ നോക്കാം. ഇനിയിപ്പോൾ പോലീസും എല്ലാവരും ഇതിലിറങ്ങണം എന്നുള്ള അഭിപ്രായം കേട്ടോ, ഞങ്ങൾ മാത്രം എന്നുള്ളതല്ല, എല്ലാവരും. ഇതൊരു വലിയ അപകടമായി നിലനിൽക്കുക. അത് ഞങ്ങൾ ആ രീതിയിൽ കാണണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. ബാക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ മറ്റൊരു വിഷയമല്ലേ, അത് ഓരോരുത്തരുടെയും പിന്നെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം പോസ്റ്റ് ഇട്ടതായിരിക്കും. ഓരോരുത്തർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ എനിക്ക് താല്പര്യമുള്ള ആളുകളുടെ കൂടെ ഞാൻ പോസ്റ്റ് ഇടും. അത് ഞാൻ ആ ഫോട്ടോ പ്രചരിപ്പിക്കും. അത് അറിയാത്ത ആളല്ലല്ലോ പോസ്റ്റ് ഇട്ടത്, അറിഞ്ഞ ആൾ തന്നെ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടത്. ഇതെല്ലാം അറിയുന്ന ആളാണ് ഈ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾ അദ്ദേഹത്തോട് കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ ചോദ്യം ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതൊക്കെ നമ്മൾ വേറെ പൊളിറ്റിക്കലി പറയട്ടെ. അല്ല, ഒക്കെ വരട്ടെ. ഇപ്പോൾ അല്ല, എല്ലാം നല്ല തീരുമാനങ്ങളും ആണല്ലോ ആദ്യം പറയുക. ഒക്കെ വരട്ടെ, നമുക്കൊക്കെ വന്നിട്ട് നോക്കാം. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അകമ്പടി സത്യത്തിൽ പിണറായി വിജയൻ ഇത്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കൂടി പോയതാണോ? എനിക്ക് ഇത്ര വാഹനം വേണം എന്ന് അദ്ദേഹം പറഞ്ഞതാണോ? ഇല്ലല്ലോ. 40 വാഹനത്തിൻ്റെ അകമ്പടിയോട് കൂടി എന്ന ഒരു വാർത്ത കൊടുത്തത് ഞങ്ങളത് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ പ്രതിനിധി പറയുക 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി. ഇതൊക്കെ ഈ നുണപ്രചരണത്തിൻ്റെ ഒരു വലിയ ഈ വാട്സപ്പ് സന്ദേശങ്ങളുടെയും പ്രചരണങ്ങളിലൊക്കെ വീണു പോവുക. ഈ ഉന്നത അതെ, ഇത് പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വരുന്നത്. ഇപ്പോൾ Z+ കാറ്റഗറി ഒക്കെ വരുന്ന സമയത്ത് അല്ല, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ആര് പറഞ്ഞിട്ടില്ല? ഈ ചാനൽ മേധാവികൾ പറയുന്നില്ല. ചാനൽ മേധാവികൾ ഇത് ആവേശത്തോടുകൂടി അവതരിപ്പിക്കുന്നത് എന്താ? ഇത് മുന്നേ ഉള്ള മുഖ്യമന്ത്രി മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ഒരു പ്രഖ്യാപനത്തെ ഏറ്റെടുക്കുക. പിണറായി വിജയനും കേരളത്തിൽ അധികാരമേറ്റ സമയത്തും അതിന് ശേഷം ഒക്കെ പറഞ്ഞിട്ടുണ്ട് പരമാവധി ഇങ്ങനെയുള്ള അകമ്പടികളും മറ്റൊക്കെ ഒഴിവാക്കി. ഞങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ അത്. ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. ഞങ്ങളോട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഞങ്ങളുടെ നേതാക്കന്മാരും കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചും ഞങ്ങൾ എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. ഞങ്ങൾക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി ഞങ്ങളുടെ പിണറായി വിജയനിലും ഞങ്ങളുടെ പാർട്ടി PBയിലും ഞങ്ങളുടെ നേതാക്കന്മാരിലൊക്കെ വിശ്വാസമുണ്ട്. ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ മറ്റു പലരെയും ചിലപ്പോൾ വീഴ്ത്താൻ പറ്റും, ഞങ്ങളെ വീഴ്ത്താൻ പറ്റില്ല. ഞങ്ങളൊക്കെ നല്ല ബോധ്യത്തിൽ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് കുറേ ചർച്ച നടന്നു. ഇപ്പോൾ ഞങ്ങൾ ചർച്ച നടക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഇവരുണ്ടോ? ഓരോരുത്തർ ചിലപ്പോൾ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞിരുന്നുണ്ടാവും, ഏതെങ്കിലും 1-2 ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയാണെന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങളെ കബളിപ്പിക്കാനായിരിക്കുന്നേ. അത് ഏറ്റുപിടിക്കണം. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നില്ലല്ലോ. ഞാനും ഇരുന്നിട്ടില്ല. പത്തനംതിട്ട പാർട്ടിയുടെ ജില്ലാ ഇതിൽ ഞാൻ ഇരുന്നിട്ടുണ്ടോ? ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നൊരു അനുഭവം ഞങ്ങളെയൊക്കെ പേരിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു എന്ന് ഞാൻ അന്ന് നിങ്ങളുടെ 1-2 ചാനൽ മേധാവികളോട് വിളിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇതിലൊക്കെ ഒരു പ്രയാസത്തിൽ ആകാശത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, വാർത്തകൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞില്ലേ? അതന്നെ പറയാനുള്ളത്. ഓക്കെ, ശരി.